ആരും എന്നോട് മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്നവരില്ല. എന്റെ സേവനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടി പ്രവർത്തകന്മാർ. അധികാരത്തിൽ എത്തിക്കുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നതാണ്. ഇടതുപക്ഷത്തെ ഇറക്കുക, പിണറായി വിജയന്റെ സർക്കാരിനെ ഇറക്കുക എന്നതാണ് എന്റെ ആത്യന്തിക ലക്ഷ്യം. അത് ചെയ്തേ ഞാൻ അടങ്ങും. ഇതുണ്ടെങ്കിൽ ചികിത്സിക്കാൻ ആശുപത്രിയും ഡോക്ടർമാരും ഉണ്ടല്ലോ. ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. ആ പ്രചരിപ്പിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഹൈക്കമാൻഡിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നാൽ അങ്ങനെ കമ്പൽഷൻ ഒന്നും വേണ്ട. ഐ വിൽ റിസൈൻ. KPC അധ്യക്ഷൻ കെ സുധാകരൻ മാറാൻ പോകുന്നുവെന്ന് ഏറെ നാളായി പറഞ്ഞു കേൾക്കുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് 6 മാസമായെങ്കിലും കെ സുധാകരൻ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും 40 മിനിറ്റോളം സുധാകരനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ തീരുമാനത്തോട് സഹകരിക്കുന്നു സുധാകരൻ എന്ന പ്രതീതി നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്നത്തെ കെ സുധാകരന്റെ ഈ പ്രതികരണം. KPC അധ്യക്ഷ സ്ഥാനത്ത് മാറാനില്ല, മാറാൻ AICC പറയില്ല, ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല, തന്നെ രോഗിയെന്ന് ചിത്രീകരിച്ച് മൂലക്കിരുത്താൻ നീക്കം നടക്കുന്നു തുടങ്ങിയ പ്രതികരണങ്ങളിൽ കലുഷിതമാകുന്ന കോൺഗ്രസ് രാഷ്ട്രീയം. നേതൃമാറ്റം കലാപത്തിന്റെ പണ്ടാരപ്പെട്ട് തുറക്കലാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ എൻ ശ്രീകുമാർ, അഡ്വക്കേറ്റ് ലാൽകുമാർ, ശ്രീ നിസാം സയ്യിദ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിലേക്ക് പോകുന്നു. സണ്ണിക്കുട്ടി അബ്രഹാം, നമ്മൾ ഈ ഒരുപക്ഷെ KPC അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷനായത് മുതൽ തന്നെ കേൾക്കുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ ഒരു മധുവിധ കാലം കഴിഞ്ഞപ്പോൾ മുതൽ കേൾക്കുന്നതാണ് സുധാകരൻ മാറാൻ പോകുന്നു എന്നുള്ള കാര്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ ചർച്ച കൂടുതൽ സജീവമാകുന്നു. ഏതാണ്ട് മാറ്റത്തിൻ്റെ വക്കോളമെത്തി എന്നൊക്കെ ഒരു 2 മാസം മുമ്പ് നമ്മൾ വീണ്ടും ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ കേൾക്കുന്നത് അത്തരമൊരു ചർച്ചയാണോ അതോ യഥാർത്ഥത്തിൽ നേതൃമാറ്റത്തിൻ്റെ ചർച്ചയാണോ? സണ്ണിക്കുട്ടി അബ്രഹാം. കശ്മി ഈ അടുത്ത കാലത്താണ് ശ്രീ സുധാകരൻ ഒഴിയും എന്ന രീതിയിലുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു ചർച്ചയുണ്ടായത്. നേരത്തെ അങ്ങനെ പലരുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ അടുത്ത കാലത്ത് താങ്കൾ പറഞ്ഞ ഒരു 2 മാസം മുമ്പ് അദ്ദേഹം മാറിയേക്കുമെന്ന് വന്നു. പക്ഷേ എന്തോ കാരണങ്ങളാൽ അത് നീട്ടിവെച്ചു, അല്ലെങ്കിൽ അത് മാറ്റിവെച്ചു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കോൺഗ്രസിൻ്റെ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ ആഴ്ച തന്നെ, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ, ഈ ആഴ്ച സുധാകരൻ ഒഴിവാകും. അതിന് പകരം ഒരു KPCC പ്രസിഡന്റ് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നതെന്നും കേൾക്കുന്നു. അതുപോലെ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഹൈക്കമാൻഡിൻ്റെ നിലപാട് അറിയിച്ചു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വന്ന അഭിമുഖം, അല്ലെങ്കിൽ ഇന്നലെ പലരോടും സംസാരിച്ചത്, നിൽക്കാം, പോകാം, ഹൈക്കമാൻഡ് പറയുന്നത് ഞാൻ അനുസരിക്കും, അതനുസരിച്ചായിരിക്കും ഞാൻ ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് അത്ഭുതകരമായിട്ട് അദ്ദേഹം ആര് മാറ്റിയാലും എന്നെ മാറ്റാനാവില്ല, ഞാൻ മാറുന്നില്ല, അദ്ദേഹത്തെ രോഗി എന്ന് പറഞ്ഞ് മൂലക്കിരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇങ്ങനെ ചാനലുകളിലൊക്കെ കേട്ടു. അപ്പം രോഗി എന്ന് പറഞ്ഞ് മൂലക്കിരുത്താൻ ശ്രമിക്കുന്നുണ്ടോ, അതൊക്കെ പാർട്ടിക്കാർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് അത് നേരിട്ട് നന്നായിട്ട് അറിയാവുന്നൊരു വിഷയമായിരിക്കും. പിന്നെ ആര് വിചാരിച്ചാലും അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുകയാണ്, അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം മാറിയിരിക്കും. പുതിയൊരു KPC പ്രസിഡന്റ് അതാരാണോ അവരത് തീരുമാനിക്കുന്നതനുസരിച്ച് വന്നിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം നാളെയൊക്കെ ഒരു തീരുമാനം വന്നേക്കുമെന്നൊരു സൂചനകൾ നമുക്ക് ലഭിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒരു സമ്മർദ്ദതന്ത്രം, അവസാന നിമിഷങ്ങളിലെ ഒരു സമ്മർദ്ദതന്ത്രം എന്നതിനപ്പുറത്ത് അതാരെങ്കിലും ഉപദേശിച്ചു കൊടുത്തതാവാം. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും പാർട്ടി നേതാക്കളോ പ്രവർത്തകരോ ഉപദേശിച്ചു കൊടുത്തതാവാം. എന്നതിനപ്പുറത്ത് ഇതിനെന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ടാവുന്നില്ല. ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ടോ, അത് യാതൊരു സംശയവുമില്ല. അത് പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ഹൈക്കമാൻഡ് ഇപ്പോൾ ലോ കമാൻഡ് ആയെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തമാശയ്ക്ക് പരിഹാസത്തോടെയൊക്കെ പറയാം. എന്നിരുന്നാലും ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് ഒഴിവാകുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീകുമാർ, താങ്കൾ കരുതുന്നത് എന്താണ്? ഇന്നലെ കെ സുധാകരൻ പറഞ്ഞത് ഹൈക്കമാൻഡ് നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കും, പോകണമെന്ന് പറഞ്ഞാൽ പോകും എന്ന് പറഞ്ഞ കെ സുധാകരൻ ഇന്ന് കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ശബ്ദം കടുപ്പിക്കുകയാണ്. ആരെക്കൊണ്ടും എന്നെ മാറ്റാൻ കഴിയില്ല എന്ന് കെ സുധാകരൻ തുറന്നു പറയുകയാണ്. ഹൈക്കമാൻഡ് തന്നോട് മാറാൻ പറയില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 40 മിനിറ്റിലധികം സംസാരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമാവുകയും മല്ലികാർജ്ജുൻ ഖാർഗെ കൂടെ ഇറങ്ങി വന്ന് കൊണ്ടുവിടുകയും ചെയ്തതിന് ശേഷം ഇന്ന് അദ്ദേഹം പറയുന്ന ഹൈക്കമാൻഡ് തന്നോട് അങ്ങനെ മാറാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് കെ സുധാകരൻ പറയുകയാണ്. അതുമാത്രമല്ല, കുറച്ചുകൂടി കടന്ന്
തന്നെ രോഗി എന്ന് ചിത്രീകരിച്ച് മൂലക്കൊതുക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. അത്തരം വഷളന്മാർ അവരുടെ നിലയ്ക്ക് നിൽക്കുകയാണ് വേണ്ട തുടങ്ങിയ എന്തുകൊണ്ടാണ് ഇന്ന് കെ സുധാകരൻ്റെ ശബ്ദത്തിൽ ഒരു സ്വരം മാറ്റം എന്നാണ് മനസ്സിലാക്കേണ്ടത് ശ്രീകുമാർ? തെരഞ്ഞെടുപ്പ് വരാൻ ഒരു വർഷം ഇനിയും ബാക്കിയുണ്ട്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനു മുമ്പ് പാർട്ടിയെ ശക്തമാക്കണമെന്ന് ഹൈക്കമാൻഡിന് തോന്നിയാൽ ഒരു പുനഃസംഘടന KPCC ഉണ്ടാകും. അത് കെ സുധാകരനെ മാറ്റുക എന്ന രീതിയിലേക്ക് വാർത്തകൾ വരുമ്പോഴാണ് ഈ പ്രശ്നം. മാറ്റുകയും അതുപോലെ പുനഃസംഘടനയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സുധാകരനെ മാറ്റേണ്ട ആവശ്യം ഇപ്പോൾ എന്തായാലും ഇല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം KPCC പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയുണ്ടായിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകർക്ക് പരാതിയുമില്ല. പക്ഷേ പുനഃസംഘടന എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് മൊത്തത്തിൽ ഒരു ഊർജ്ജസ്വലത വരണമെങ്കിൽ ഒരു പുതിയ നേതൃത്വം വരണം എന്നൊരു തോന്നലുണ്ടാകും. അതെല്ലാ പാർട്ടികളിലും ഉണ്ടായിട്ടുണ്ട്, അത് കോൺഗ്രസ്സിലും ഉണ്ടാകും. ആ നിലയ്ക്ക് KPCC പുനഃസംഘടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. കാരണം ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുമ്പോഴാണ് ഇതൊരു ചർച്ചയായി മാറുന്നത്. നേരെ മറിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ KPCC പ്രസിഡൻറ്റിനെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷം തന്നെ ഒരു തീരുമാനം എടുത്ത് പറയേണ്ടതായിരുന്നു. അത് വൈകിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇന്ന് കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ KPCC പ്രസിഡൻറ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പറയാൻ എല്ലാ സ്വാതന്ത്ര്യമുള്ള കാര്യങ്ങളാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് എൻ്റെ ആരോഗ്യ പ്രശ്നമാണെങ്കിൽ എനിക്ക് ഡോക്ടറെ കണ്ട് ചികിത്സിക്കാമല്ലോ, പിന്നെ ഏത് രീതിയിലാണ് എന്നെ മാറ്റാൻ ചർച്ച നടക്കുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരവും പറഞ്ഞു. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലിയിൽ അദ്ദേഹത്തിൻ്റേതായ ഭാഷയിലൊക്കെയാണ് നമ്മൾ കേട്ടത്. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കെ സുധാകരനും അത് അനുസരിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ കരുതുന്നത്. ഇതിലിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ ഇതൊരു വിഷയമല്ല. അതായത് സാധാരണ രീതിയിൽ KPCC പ്രസിഡൻറ്റിനെ നോക്കിയിട്ടല്ല പ്രവർത്തകർ അവരുടെ പണി ചെയ്യുന്നത്. ആര് KPCC പ്രസിഡൻ്റ് ആയാലും അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രവർത്തകരുടെ ചുമതല. പഴയ കാലത്ത് ശക്തമായ ഗ്രൂപ്പുള്ള സമയത്ത് AI ഗ്രൂപ്പുള്ള സമയത്ത് ഇത് തെരുവിലേക്കൊക്കെ വലിച്ചിഴക്കപ്പെട്ടിരുന്നു. ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു, അഭിപ്രായങ്ങൾ വന്നിരുന്നു, ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്നിരുന്നു. പക്ഷേ ഇന്നതൊന്നുമില്ല. ഇന്നിപ്പോൾ ഒറ്റപ്പെട്ട പ്രസ്താവനകളാണ്. അതിൽ കെ മുരളീധരനാണ് കുറച്ച് കടുപ്പിച്ച് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ മുരളീധരൻ്റെ പ്രസ്താവന അത് കൗതുകകരമായിട്ടാണ് കാണുന്നത്. അതിനോട് ആർക്കും വലിയ എതിർപ്പും വരാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് നേതാക്കൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇത് കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ രീതി അനുസരിച്ചിട്ട് ആ സംഘടനാ രീതിക്ക് പറ്റുന്ന തരത്തിലുള്ള നേതൃത്വം എപ്പോഴും വരേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മാറ്റുന്നു എന്ന് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. മാറ്റമല്ല, പുനഃസംഘടനയാണ്. ആ പുനഃസംഘടനയിൽ KPCCയിലെ ഒഴിവുള്ള ഭാരവാഹികളെ, DCCകളിലെ ഒഴിവുള്ള ഭാരവാഹികളെ, ചില DCCകളുടെ പുനഃസംഘടന, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് പുനഃസംഘടന എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരം. പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ ഒരു നിരീക്ഷണത്തിൽ തൽക്കാലം വേണ്ട എന്ന് തോന്നിയാൽ അങ്ങനെയും തീരുമാനിക്കാൻ നേതാക്കൾക്ക് അവകാശമുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആ തീരുമാനം അറിയാൻ കഴിയുമെന്ന് പറയുന്നു. നിസാം സെയ്ദ് ഇക്കുറി അത് ഏതാണ്ട് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. ആൻ്റണിയുടെ പേര് വളരെ സജീവമായി, സണ്ണി ജോസഫിൻ്റെ പേര് കൂടെ കേൾക്കുന്നുണ്ട്. അത് സംഭവിക്കട്ടെ. പക്ഷേ ഇപ്പോൾ കെ സുധാകരൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കളും പറയുന്ന പോലെ, ഈ നേതൃമാറ്റ ചർച്ചകൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചയൊന്നും അല്ലല്ലോ. അതെല്ലാവർക്കും അറിയാം. അത് കൃത്യമായി അതിനകത്ത് നടക്കുന്ന ചർച്ചകൾ കൊണ്ട്, ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് കൊണ്ട്, സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് കൊണ്ട് ഒക്കെ ഉണ്ടാകുന്ന ഒന്നാണല്ലോ. ഇപ്പോൾ ഉള്ള KPCC പ്രവർത്തിക്കുന്ന അധ്യക്ഷൻ മാറാൻ പോകുന്നു എന്ന് പറയുന്നത് നിസാം സെയ്ദ് അദ്ദേഹത്തിന് ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ്. എല്ലാ മനുഷ്യന്മാർക്കും ഈഗോ ഉള്ള കൂട്ടത്തിൽ ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക്, ഒരു നേതാവ് എന്നുള്ള അദ്ദേഹം ഇപ്പോൾ ആലോചിച്ച് നോക്കി. ഇപ്പം കെ സുധാകരൻ, ഇപ്പം ഈ സതീശൻ സുധാകരൻ കോംബോ വന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് മുഖങ്ങളിൽ, ഇപ്പം ഞാൻ പറയുന്നത് ഇലക്ഷൻ എന്ന് പറയുന്നതും രാഷ്ട്രീയത്തിലെ പ്രധാന മാറ്റുനോക്കൽ പ്രക്രിയ തന്നെയാണല്ലോ നിസാം സെയ്ദ്. എവിടെയാണ് കോട്ടം സംഭവിച്ചത്? ആദ്യം തൃക്കാക്കര ബൈ ഇലക്ഷൻ, എവിടെ എത്രയാണ് ഭൂരിപക്ഷം? 25,000-ന് മുകളിലാണ്. പിന്നെ പുതുപ്പള്ളി വന്നു, എത്രയാണ് ഭൂരിപക്ഷം? 40,000-നടുത്താണ് ചരിത്ര ഭൂരിപക്ഷം. പാലക്കാട് വന്നു, എത്രയാണ് ഭൂരിപക്ഷം? 18,000-നടുത്താണ് ചരിത്ര ഭൂരിപക്ഷം. 40,000 വോട്ട് LDF ജയിച്ച ചേലക്കരയിൽ ഇത്തവണ എത്രയാണ് അവരുടെ ഭൂരിപക്ഷം? LDF ഭൂരിപക്ഷം 12,000 മാത്രമേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റിൻ്റെ മിന്നും ജയം. ജയിക്കുകയാണെങ്കിൽ പരമാവധി 6,000 വോട്ടിന് ജയിക്കുമെന്ന് വിധി എഴുതിയ കണ്ണൂരിൽ സുധാകരൻ MV ജയരാജൻ തോൽപ്പിക്കുന്നത് 1,00,000 വോട്ടിനടുത്താണ്. എന്ന് പറഞ്ഞാൽ അത്ര മോശം നേതാവല്ല കെ സുധാകരൻ. ഇങ്ങനൊരു പ്രതീതി അർഹിക്കുന്ന ആളുമല്ല. ഇപ്പോൾ നേതൃമാറ്റം ഉണ്ടാവുന്നില്ല മറ്റൊരു കാര്യം. ഇങ്ങനൊരു പ്രതീതി ഉണ്ടാക്കൽ അർഹിക്കുന്ന ആളാണോ കെ സുധാകരൻ? നിസാം സെയ്ദ്.
കെ സുധാകരനെ ഏതെങ്കിലും രീതിയിൽ അപമാനിച്ച് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് എന്നൊരു തോന്നൽ എനിക്കില്ല. സംഭവിക്കുന്നത് കെ സുധാകരനും ശ്രീ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും അതൊരു ഫെയർവെൽ മീറ്റിംഗ് ആണ്. കെ സുധാകരനെ രാഹുൽ ഗാന്ധി ആശ്ലേഷിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഇറങ്ങി വരുമ്പോൾ കെ സുധാകരനെ അനുഗമിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഏത് പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റിനെയും അങ്ങനെയൊന്നുമല്ല പ്രതിപക്ഷ നേതാവും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും ഒക്കെ സ്വീകരിക്കുകയും യാത്ര അയക്കുകയൊക്കെ ചെയ്തത്. അത് കെ സുധാകരനോട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുനഃസംഘടന ഉണ്ടായേക്കാം എന്ന കൃത്യമായ ഒരു സന്ദേശം നൽകി യാത്ര അയക്കുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം വാർത്തകളാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ നിൽക്കും, ഹൈക്കമാൻഡ് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകും എന്നുള്ള വളരെ കൃത്യമായ പാർട്ടി ലൈൻ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇന്ന് സണ്ണിക്കുട്ടി സാർ പറഞ്ഞ പോലെ തന്നെ മറ്റാരുടെയെങ്കിലും പ്രേരണയിലാകാം, അല്ലെങ്കിൽ അവസാനത്തെ നിസാം സെയ്ദ്, ഞാൻ പറയുന്നത് കെ സുധാകരനെ മാറ്റണം, ഇപ്പൊ ചില സംഘടനാ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കെ സുധാകരനെ മാറ്റണമെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് മാറ്റണമെന്നേ ഞാൻ പറഞ്ഞത്. കാലങ്ങളായി മാസങ്ങളായി ഈ പറയുന്ന ഒരു വാർത്ത, ഈ ചർച്ച ഇങ്ങനെ ഏറിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലല്ലേ നിസാം സെയ്ദ്? തീരുമാനം കോൺഗ്രസിൻ്റെ ഒരു രീതികളെക്കുറിച്ച് ഏകദേശം ഹാഷ്മിക്കും ധാരണയുണ്ടല്ലോ. കോൺഗ്രസ് വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുന്ന ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. അതിന് ചരിത്രപരമായ തന്നെ കാരണങ്ങളുണ്ട്. കോൺഗ്രസിലേക്ക് തീരുമാനങ്ങൾ പലപ്പോഴും അത് പൊതുവേദിയിൽ തന്നെ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞ ശേഷമാണ് കേരളത്തിലല്ല ഇന്ത്യയിലെ കോൺഗ്രസിൽ എവിടെയും തീരുമാനമെടുക്കുന്നത്. ഒരുപക്ഷെ ശരിയായ തീരുമാനങ്ങൾ പോലും തെറ്റായ സമയത്ത് എടുക്കാനുള്ള കഴിവുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് കൃത്യമായി സുധാകരനെ വിവരം അറിയിച്ചിട്ടുണ്ട്. സുധാകരന് കേരളത്തിലെ കോൺഗ്രസിൽ കൃത്യമായ ഒരു റോൾ ഉണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു കൃത്യമായ റോളായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത്. സുധാകരൻ വളരെ ഭംഗിയായി ആ റോൾ നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ മൂലമുണ്ടായ ആത്മവിശ്വാസ ക്ഷതത്തെ ഇല്ലാതാക്കാനും അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും കോൺഗ്രസിനെ സമര സംഘടനയായി ജ്വലിപ്പിച്ച് നിർത്താനും ഒക്കെ സുധാകരന് കഴിഞ്ഞു. അങ്ങനെ സുധാകരൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ കാലയളവ് ഒരു വലിയ അളവിൽ വിജയമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ സുധാകരനെ മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല തലത്തിൽ പല കാരണങ്ങളാൽ സുധാകരൻ മാറണമെന്നുള്ളതല്ല, പുതിയ ആളുകൾ വരേണ്ട ഒരു കാലമായി എന്നുള്ള തോന്നൽ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. അത് ആരുടെയെങ്കിലും വ്യക്തിപരമായ ഒരു തോന്നലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിൽ കനകോലുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം വളരെ വ്യാപകമായ അഭിപ്രായ ശേഖരണം നടത്തുന്നുണ്ട്. ആ എന്നെ തന്നെ 3 പ്രാവശ്യം അവരുടെ 3 ടീം വന്ന് കണ്ടിരുന്നു. അപ്പോൾ അത്തരമൊക്കെയുള്ള അഭിപ്രായ ശേഖരണത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഡേറ്റ വെച്ചാണ് തീരുമാനമെടുക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഇന്നയാളെ ഇന്ന വ്യക്തി നിർദ്ദേശിച്ചു എന്നുള്ളതൊന്നുമില്ല. വ്യാപകമായ അഭിപ്രായ ശേഖരണം നടത്തി വളരെ സയൻറ്റിഫിക്കായ ഒരു തീരുമാനത്തിലേക്കാണ് ഇതെത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഉപോത്ബലമായ സാഹചര്യം ഒന്ന്, കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ക്രിസ്ത്യാനികളെ അടർത്തി മാറ്റാനുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമം നടക്കുന്നു. ഉമ്മൻചാണ്ടിയുടെയും KM മാണിയുടെയും മരണശേഷം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ നേതൃത്വപരമായ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ആ ശൂന്യതയിലേക്ക് കടന്നു കയറാൻ BJP വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നു. ജോർജ് കുര്യനിലൂടെയൊക്കെ BJP നടത്തുന്ന ശ്രമം കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാനും BJPയെ വളർത്താനുമൊക്കെയാണ്. അതിൽ CPM വളരെ സന്തുഷ്ടരാണ്. മുനമ്പം വിഷയത്തിലൊക്കെ തീരുമാനങ്ങൾ വെച്ച് താമസിപ്പിച്ച് BJPക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ CPM വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ BJPക്ക് ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കടന്നു കയറാനുള്ള അവസരം നിഷേധിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനികൾക്ക് നേതൃത്വപരമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വളരെ ആവശ്യമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി എന്നുള്ളതല്ല, ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂടെ നിർത്തി പരിചയവും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ക്രിസ്ത്യൻ നേതൃത്വങ്ങളിൽ സ്വാധീനമുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരണം എന്നുള്ളത് വിശദമായ പഠനത്തിന് ശേഷം കോൺഗ്രസ് എത്തിച്ചേർന്ന ഒരു തീരുമാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ചില പേരുകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്.
ആ തീരുമാനം നടപ്പിലാക്കാൻ ഇപ്പം നാളെയോ നാളെ കഴിഞ്ഞോ ഒക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ്. സുധാകരൻ്റേത് താൽക്കാലികമായ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിന് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ അദ്ദേഹം ഒരു പ്രതികരണം നടത്തി താഴെ തട്ടിൽ വരെ കലാപമുണ്ടാക്കാനുള്ള ഒരു ഗ്രൂപ്പ് സംവിധാനമൊന്നും ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പാർട്ടിയിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് സംവിധാനവും ഇല്ല. ഈ പാർട്ടിയിലെ ചില ആളുകൾക്ക് സുധാകരൻ ഇരിക്കുന്ന സ്ഥാനം ഉള്ളതുകൊണ്ട് KPCC പ്രസിഡന്റ് ആയത് KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവുമോ എന്ന് അതിൽ ആന്റോ ആന്റണിയുടെ പേര് വളരെ സജീവമായി തന്നെ കേൾക്കുകയാണ്. ആന്റോ ആന്റണിയുടെ പേര് ആന്റോ ആന്റണി, ബെന്നി ബെഹനാന്റെ പേര് ഒരു ഘട്ടത്തിൽ കേട്ടിരുന്നു. ഇപ്പോൾ ആന്റോ ആന്റണിയും സണ്ണി ജോസഫിൻ്റെ പേര് കൂടുതൽ കേൾക്കുന്നു. അതിൽ ആന്റോ ആന്റണിയുടെ പേര് തന്നെയാണ് കൂടുതലധികം മുൻതൂക്കം. അത് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ അറിയാം. ഞാൻ CN ലാൽകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. പൊട്ടിത്തെറി ഇപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പൊട്ടിത്തെറിയുണ്ടാവും. കാരണം അദ്ദേഹത്തെ പിന്തുണക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാരാണുള്ളത്. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവർ ആരെങ്കിലും ആയിരിക്കണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന്. അപ്പോൾ വരാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കേട്ട വാർത്തയനുസരിച്ച് മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തെ ആരും കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, തിരിച്ചറിയില്ല എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയണമെന്ന ആ പരിഹാസം ഉണ്ടല്ലോ, ആ പരിഹാസം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള പരിഹാസമായിട്ടാണ് അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുക. CN ലാൽകുമാർ, കോൺഗ്രസിൽ ഈ പൊട്ടിത്തെറികൾ, പരസ്യ വിമർശനങ്ങൾ, തെരുവിലെ സമരങ്ങൾ ഒന്നും പുതിയ കാര്യമൊന്നുമല്ല. അതിൻ്റെ പകുതി പോലും ഇപ്പോൾ എത്തിയിട്ടുമില്ല. അപ്പോൾ കെ സുധാകരനെ മാറ്റി മറ്റൊരാളെ ആക്കുന്നത് വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കും എന്ന CPM പ്രതീക്ഷിക്കാവോ ഇപ്പോൾ തന്നെ CN ലാൽകുമാർ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നോക്കൂ, ഇവിടെ നിസാം പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. എത്ര അപകടകരമായ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് നോക്കൂ. അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ക്രിസ്ത്യൻ മേഖലയിൽ ഒരു വലിയ ശക്തി കേന്ദ്രമായ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ ക്രിസ്ത്യൻ മേഖലയെ പിടിച്ചു നിർത്താൻ ഇങ്ങനൊരു മാറ്റം അനിവാര്യമായി മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു ക്രിസ്ത്യാനിയായ KPCC പ്രസിഡന്റ് വന്നാൽ മാത്രമേ ക്രിസ്ത്യൻ സമൂഹത്തെ പിടിച്ചു നിർത്താൻ കഴിയൂ. അങ്ങനല്ലേ അതിനെ വായിച്ചെടുക്കേണ്ടത്? അങ്ങനൊരു മെസ്സേജാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ മറ്റു മതസ്ഥരോട് നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഇതിൽ പരം വർഗീയമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ അതിനകത്ത്? നമ്മൾ നിങ്ങളിൽ ഉള്ളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങളൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനകത്ത് പറയുന്നത് KPCCയും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ആബ്സെൻസിൽ അകന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ മാണിയുടെ ആബ്സെൻസിൽ അകന്നു പോയിരിക്കുന്നു. ആ ആബ്സെൻസ് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ മാർഗം? നിങ്ങൾ KPCC പ്രസിഡന്റിനെ മാറ്റുക. ഇതിൽ പരം ഒരു അതപ്പതിച്ച സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റുമോ? അത് നിസാം സെയ്ദിൻ്റെ വാക്കല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസ് കുറച്ച് നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. നോക്കൂ, ഇത്രയും അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചുമ്മാ ഇനിയും വേറെ ന്യായീകരണങ്ങളൊക്കെ പറയാം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ഇങ്ങനെ ഉദ്ദേശിച്ചെന്ന് പറയാം. സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞത്. ലാൽകുമാർ പറയുന്നത് കേട്ടാൽ നമ്മൾ മതവും ജാതിയും സമുദായവും നോക്കാത്ത സുന്ദര സുരഭിലമായ ഒരു സൊസൈറ്റിയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്. ഞാൻ ഒരു ഘട്ടത്തിൽ കരുതിയിരുന്നു കേട്ടോ നമ്മുടെ കേരളം അങ്ങനെയാണെന്ന്. ഒന്നുമല്ല കേട്ടോ, ഒന്നുമല്ല ലാൽകുമാർ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സമുദായം നോക്കിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ പറയുന്ന പ്രീണനവും അതിൻ്റെ ഓപ്പോസിറ്റ് സാധനവും ഒക്കെ വളരെ മനോഹരമായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സമകാലിക കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇത് മഹാപരാധമാണ് എന്നൊക്കെ പറയാമോ ശ്രീ ലാൽകുമാർ? ഹാഷ്മി പറയണ്ട, ഹാഷ്മിയോട് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് നിങ്ങൾ ഒബ്ജക്റ്റീവ്ലി പരിശോധിക്കേണ്ട വിഷയമാണ്. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വരുമ്പം ഒരു സീറ്റിൽ ഏറ്റവും കൂടുതൽ ജാതി പ്രാധാന്യമുള്ള ഒരാളെ നിർത്തുന്നു. സംഭവിച്ചേക്കാം. കേരളത്തിൽ എപ്പോഴാണ് പറഞ്ഞത്? ഞാൻ അതിനെക്കാട്ടിലും നമ്മൾ ഇരിക്കുന്നത് ജാതിമത സമുദായത്തിന് അതീതമായ മനോഹരമായ സമുദായത്തിലല്ല. നമ്മളിരുന്ന് സംസാരിക്കുന്ന ജാതിമതത്തിന് അതീതമായ ഒരു പ്രബുദ്ധ കേരളത്തിലല്ല ശ്രീ ലാൽകുമാർ. നമ്മളിരിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ ജാതിയും മതവും നോക്കുന്ന ഈ പറയുന്ന പ്രബുദ്ധമല്ലാത്തൊരു സമുദായത്തിൽ തന്നെയാണ്. ഒരു തർക്കം വേണ്ട കരുതി. നിങ്ങൾ എൻ്റെ പോയിന്റ് എന്താ ഹാഷ്മി എന്താ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതൊരു അപകടകരമായ സ്റ്റേറ്റ്മെൻ്റ് ആണോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അതെ. അതിന് കൂടുതൽ വർത്താനമൊന്നുമില്ല. എങ്ങനെ പറഞ്ഞാലും അതെ. അതിന് വേറെ സംശയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്, നോക്കൂ, CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമ്പം ഈ പറയുന്ന ഹിന്ദു സമുദായത്തിലുള്ളവരെ എല്ലാം ഇങ്ങോട്ട് വലിക്കാനായിട്ട് ഞങ്ങൾ ഇന്ന സമുദായത്തിൽപ്പെട്ട ആളെ ആക്കുക എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഏത് പാർട്ടിയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ അതായത് പറയാദ്യം. നിൽക്കുമ്പം ഞാൻ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കൂ.
ഞാൻ നിർത്തുവാ. എനിക്ക് വയ്യ. എനിക്ക് സത്യം പറഞ്ഞ ഈ ചർച്ചകൾ അല്ല, ഞാൻ പറയുന്നത് ജാതി നോക്കുന്നത്, മതം നോക്കുന്നത്, അപ്പീസ്മെന്റ് നടത്തുന്നത്, നേരെ ഓപ്പോസിറ്റ് നറേറ്റീവ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇവിടെ വളരെ കോമൺ ആയ ഒരു സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് ലാൽകുമാർ നമ്മൾ ജാതിയില്ലാത്ത മതമില്ലാത്ത സുന്ദര സുരവര സമുദായം എന്ന് പറയല്ലേ? അത് കാപട്യോ? ഒന്നാം തരം കാപട്യോ? ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഹാഷ്മി എന്തോ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ജാതിക്കൊക്കെ മേളിലായിട്ട് ഹാഷ്മി ഇരുന്ന് വർത്താനം പറയുന്നു നാട്ടുകാരെ ബോധിപ്പിക്കാനാണോ ഹാഷ്മി ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു സമൂഹം നമ്മൾ അല്ലെന്ന് പറഞ്ഞാ, സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നു ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സമൂഹം അല്ലെന്ന് നമ്മളെന്ന് പറഞ്ഞതാ. ഞാൻ പറയുന്നത് ലാൽകുമാർ, അങ്ങനെ ഒരു സമൂഹം അല്ല നമ്മൾ. ഒരു ഘട്ടത്തിൽ ഞാനും കരുതിയിരുന്നു നമ്മൾ അങ്ങനെ സമൂഹമാണ്. ഒന്നുമല്ല. നമ്മൾ ജാതി നോക്കുന്ന, നമ്മൾ മതം നോക്കുന്ന, അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു കേരളം മാത്രമാണ്. ആ കേരളത്തിൽ നിന്ന് സംസാരിക്കുന്ന ലാൽകുമാർ. അതുകൊണ്ട് അതൊക്കെ ഒരു മഹാപരാധമാണോ എന്ന് താങ്കൾ തന്നെ ആലോചിക്കും. ഇല്ല, ഹാഷ്മി പറഞ്ഞു ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എനിക്കൊരു പൊളിറ്റിക്കൽ പോയിന്റ് പറയാനുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ ജാതിയെക്കുറിച്ചും ഈ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. ഈ ജാതിവാദം അല്ലല്ലോ എടുത്ത പ്രശ്നമാണോ? ജാതിയാണോ എടുത്ത പ്രശ്നം? ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് മാധ്യമപ്രവർത്തനായ താങ്കൾ പറഞ്ഞാൽ മതി. അല്ലാതെ ജാതി ഉള്ള സമൂഹമാണോ ജാതി ഇല്ലാത്ത സമൂഹമാണോ എന്ന് ഇത് ശരിയോ തെറ്റോ കോൺഗ്രസിന് അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഹാഷ്മിയോട് ചോദിക്കട്ടെ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് ഈ പറയുന്ന മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണെന്ന് ഹാഷ്മിക്ക് തോന്നുന്നുണ്ടോ? അത് ആദ്യം പറ ഹാഷ്മി, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ. ഇനി കേരളത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് ഒരു ജാതിയിൽ നിന്ന് ഈ ചോദ്യം ആണോ അല്ലയോ എന്ന് പറ ഹാഷ്മി, അത് പറ. സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് ഇന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് വേറൊരു കാര്യം പറയാൻ നമുക്ക് പറ്റും. നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റും. ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം, ഞാൻ മറുപടി പറഞ്ഞുതരാം. ഇത്ര നിങ്ങൾ ചുമ്മാ കിടന്ന് ഉരുളാതെ. ഞാൻ പറയട്ടെ ബാക്കി. നിങ്ങൾ ഉരുളാതെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതവിടെ നിൽക്ക്. എനിക്ക് വേറെ കാര്യങ്ങൾ പറയാം. എൻ്റെ പ്രശ്നം എൻ്റെ ഹാഷ്മി പിടയ്ക്കാതെ. ഞാൻ എന്താ ഉരുളുന്നേ? ഞാൻ പറയുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് മതമടിസ്ഥാനത്തിലല്ല, ജാതി അടിസ്ഥാനത്തിലല്ല. ആണോ? അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ആണോ അല്ലയോ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടെ പറഞ്ഞ് എന്നെ കേൾപ്പിക്കുക. ജാതി കേരളത്തിലുണ്ടോ? ജാതി ഓരോ കാര്യത്തിലും ജാതിയിലാണ് ഇടപെടുന്നത്. ഇതൊന്നും അല്ലല്ലോ ചോദിച്ചത്. ഇങ്ങനെ മുമ്പ് ഒരു സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കേസിലുണ്ടെങ്കിൽ ഹാഷ്മി പറ. ഹാഷ്മിയുടെ മാധ്യമപ്രവർത്തന പാരമ്പര്യത്തിനനുസരിച്ച് അത് പറ ഹാഷ്മി, ധൈര്യം ഉണ്ട് പറ. ചുമ്മാ ബാക്കിയുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹമാസ് ഒന്ന് കേൾക്കൂ. ലോക്സഭ കണ്ണും കാതും കൊട്ടിയടച്ചിരിക്കല്ലേ? അത് കാപട്യ. കണ്ണും കാതും കൊട്ടിയടച്ച് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മതമില്ല, ജാതിയില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ലാൽകുമാർ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹമാസ്, മുസ്ലിം സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് കൊടികെട്ടി കെട്ടിയ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും അത് വർക്കൗട്ട് ആയില്ല. നേരെ തിരിച്ചില്ല പ്ലേറ്റ്. നേരെ പിന്നെന്താണ് ജമാഅത്തെ ഇസ്ലാമി, SDP, പൊളിറ്റിക്കൽ ഇസ്ലാം. എന്തുകൊണ്ടാണത്? ഇവിടെ ജാതിയും മതവും സമുദായ അപ്പീസ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ലാൽകുമാർ. താങ്കൾ പറഞ്ഞത് ഞാൻ പറയുന്നത് താങ്കൾ മനസ്സിലാവാത്തോളം താങ്കൾ ചക്കെന്ന് പറയുമ്പോൾ ഹാഷ്മി വരുന്ന കൊക്കെന്ന കൊക്കിനെ കുറിച്ച് വർത്താനം പറഞ്ഞേക്കുന്ന താങ്കൾ അപ്പൊ ചക്കിനെ പോകും. അത് ലാലിന് തോന്നുന്നേ, തോന്നുന്ന പോലെ കാണിക്കുന്ന. താങ്കളും ഞാനും പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ മറുപടി പറ. ഒറ്റ ചോദ്യം മറുപടി. നിസാം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഞാൻ പറയും തെറ്റാണെന്ന് പറയും. ഞാൻ പറയുന്നത് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാന്തരം മതവും സമുദായം നോക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മാത്രം നോക്കിയാൽ പഴവാണോ അത്? ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമുദായ എന്താണ് അപ്പീസ്മെന്റ് നോക്കിയിട്ടില്ലേ? CPM നോക്കിയിട്ടില്ലേ? ഇപ്പൊ നോക്കുന്നില്ലേ? എന്റെ ചോദ്യം സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് അത് പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നുള്ള വേറെ കാര്യം. ഞാൻ അങ്ങനെ ഇത്രത്തോളം ന്യൂസൻസ് ഹാഷ്മി ആകരുത് പ്ലീസ്. ഇല്ല, ഞാൻ പറഞ്ഞ എന്തിനാ ഇങ്ങനെ ഇടവേളയ്ക്ക് വരുന്നത്? ശ്രീ എൻ ലാൽകുമാർ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ്, നമ്മൾ അങ്ങേയറ്റം മതേതരമായ, നമ്മൾ അങ്ങേയറ്റം മതം നോക്കാത്ത, നമ്മൾ അങ്ങേയറ്റം ജാതി നോക്കാത്ത ഒരു മനോഹരമായ സമൂഹം എന്ന് താങ്കൾ പറയുന്നല്ല. ഒന്നുമല്ല. ഹാഷ്മി മാനവീയതയെ കുറിച്ച് ഒരു വലിയ പ്രസംഗം കൂടെ നടത്തിയിട്ട് നിർത്തിയാൽ മതി. ഹാഷ്മി ഒരു മാനവീയതയെ കുറിച്ച് ഒരു വലിയ പ്രസംഗം കൂടെ കഴിഞ്ഞ് നിർത്തിയാൽ മതി. എന്റെ കൊണ്ട് വരണം, എനിക്ക് ഒരു നിർബന്ധമില്ല. ഓക്കെ, നമ്മൾ ഫെയർ സൊസൈറ്റി ഒന്നും അല്ല ഇവിടെ ലാൽകുമാർ. താങ്കൾ പറയുന്ന പോലെ നമ്മൾ അങ്ങനെ ഫെയർ സൊസൈറ്റി ഒന്നും അല്ല. സണ്ണിക്കുട്ടി അബ്രഹാം, ഇവിടെ ജാതി നോക്കി, മതം നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുന്ന, ഒന്നാം തരം സമുദായ പ്രീണനം നടത്തുന്ന, മതപ്രീണനങ്ങൾ നടത്തുന്ന, ആ പ്രീണനം വർക്കൗട്ട് ആയില്ലെങ്കിൽ അടുത്ത പ്രീണനത്തിന്റെ കാർഡ് ഇറക്കുന്ന ഒരു നാട്ടിൽ
ഈ പറയുന്ന KPC അധ്യക്ഷനെ ക്രൈസ്തവനാക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടുവരാനാണോ എന്ന് തുറന്നു പറയണോ അത് അടവ് നയം പോലെ എന്താണ് പൊതിഞ്ഞു പറയണോ എന്ന് വേറെ ചോദ്യം. പക്ഷേ അത് ശരിയാണോ എന്ന് വേറെ ചോദ്യം. എങ്ങനെ പറയണം എന്നുള്ളത് കോൺഗ്രസിന്റെ ചോയ്സ്. പക്ഷെ സണ്ണിക്കുട്ടി അബ്രഹാം ഇവിടെ ഒരു ആന്റോനെ കൊണ്ടുവന്ന ക്രൈസ്തവ വോട്ട് വരുമോ എന്നൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ടപ്പോൾ. ഹാഷ്മി, ഇവിടെ നിസാം സെയ്ദ് എന്ന് പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണെന്നോ അദ്ദേഹം ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാടാണ് പറഞ്ഞതെന്നോ എനിക്ക് വിശ്വാസമില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഔദ്യോഗിക സ്ഥാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാം. ഞാനത് അങ്ങനെയല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എന്നോട് ചോദിച്ചാലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിസാം ഇവിടെ പറഞ്ഞത്. കാരണം ഇവിടെ എല്ലാ പാർട്ടികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലെ നേതാക്കളെ നിശ്ചയിക്കുമ്പോഴൊക്കെ ഈ സമുദായവും മതവും ഒക്കെ നോക്കാറുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ സഭ ഓർത്തഡോക്സ് സഭയുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാരണം അന്ന് ഒരു സുപ്രീം കോടതി വിധി അനുസരിച്ച് പള്ളികൾ പിടിച്ചു കൊടുത്തില്ല എന്നുള്ളതായിരുന്നു സഭയ്ക്ക് അല്ലെങ്കിൽ പള്ളിക്ക് ഉമ്മൻചാണ്ടിയോടുള്ള ദേഷ്യം. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വലിയ പ്രക്ഷോഭവും ചെറിയ കാമ്പയിനൊക്കെ നടന്നൊരു സമയമുണ്ട്. അന്ന് ഈ സി പി എമ്മുമായിട്ട് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സഭയുമായി മാത്രം ബന്ധമുള്ള, ഞാൻ ആ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം അതിനൊന്നും വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നല്ല. അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് തിരുവിതാംകൂറിലെ ഒരു സീറ്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച ചരിത്രമൊക്കെ നമ്മുടെയൊക്കെ മുമ്പിൽ കഴിഞ്ഞ 16 തെരഞ്ഞെടുപ്പിൽ എന്തിന് കുവൈറ്റ് യുദ്ധം നടക്കുമ്പോൾ സദ്ദാം ഹുസൈനെ അനുകൂലിച്ച് EMS ചില പ്രസംഗങ്ങൾ നടത്തി വോട്ട് വാങ്ങിച്ച കഥ ഓർമ്മയില്ലേ? എന്തിനാണ് മദനിയുടെ സ്റ്റേജ് ഇവിടുത്തെ CPM നേതാക്കൾ പങ്കുവച്ചിട്ടില്ലേ? പിന്നെ ഹാഷ്മി ഇടയ്ക്ക് പറയാൻ ശ്രമിച്ചൊരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഇവിടെ ഭയങ്കര മുസ്ലിം പ്രീണനം, മുസ്ലിങ്ങളുടെ വോട്ടെല്ലാം കിട്ടുന്നതായിട്ട് അത് നടത്തി. അത് കിട്ടാതിരുന്നപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ CPM കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് BJPക്ക് ഷിഫ്റ്റായി എന്ന് മനസ്സിലായപ്പോൾ അത് തിരിച്ചു പറഞ്ഞതല്ലേ CPM. ഇതൊക്കെ എവിടെയാണ്? കേരളത്തിൽ ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്? CPM പണ്ടൊരു ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളോ ഇത്തരം പരിഗണനകളോ കൂടാതെ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ ഈ പാർട്ടിയുടെ എല്ലാം ആയതോടുകൂടി ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിഗണനകളൊക്കെ ഉണ്ട്. പിന്നെ ചോദിക്കുകയാണ്, ഞങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ നിയമിച്ചപ്പം ഇതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാവരും ഈ പരിഗണനകൾ നോക്കാറുണ്ട്. ഇവിടെ നിസാം പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ്. അതിപ്പോൾ നാളെ KC വേണുഗോപാൽ അല്ലെങ്കിൽ VD സതീശൻ അത് പറഞ്ഞാൽ നിസാമിന് പിന്നെ ഹാഷ്മിക്ക് ചോദിക്കാം, കോൺഗ്രസിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് അങ്ങനെ പറയുന്നത് ശരിയാണോ? ഇവിടെ നിസാം ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നോട് ചോദിച്ചാലും ഞാനത് തന്നെയാണ് പറയും. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒത്തിരി ക്രിസ്ത്യൻ വോട്ടുകൾ ഷിഫ്റ്റ് ആവുന്നു. ആ ചോർച്ച അടയ്ക്കുന്നതിന്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ സെൻട്രൽ ടാവൻകൂറിൽ ക്രിസ്ത്യൻ ലീഡേഴ്സ് ഇല്ല. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ പാർട്ടികളും. എല്ലാവർക്കും പ്രാതിനിധ്യം വേണമെന്നേ. എല്ലാ സമുദായത്തിനും എല്ലാ വിഭാഗത്തിനും ഒക്കെ പ്രാതിനിധ്യം വേണം. മുസ്ലിം ലീഗ് പോലും ഒരു സമയത്ത് അവർ വെറും ഒരു മുസ്ലിം പാർട്ടിയല്ല എന്ന് തോന്നിക്കാൻ വേണ്ടി പിന്നെ സംവരണ സീറ്റ് വാങ്ങിച്ചിട്ട് അവിടെ മുസ്ലിം അല്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തുമായിരുന്നു. അടുത്ത കാലത്ത് അത് കാണുന്നില്ല. ഇതൊക്കെ എല്ലാ പാർട്ടികളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇവിടെയും ഏതാണ്ട് കോൺഗ്രസ് അത് തന്നെയാണ്. അവരുടെ ഒരു ബേസ് വോട്ടാണ് ക്രിസ്ത്യൻ വോട്ടെന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യും. പിന്നെ ഹാഷ്മി ചോദിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിലേതെങ്കിലും ഒരു ക്രിസ്ത്യൻ 3 പേരുടെ പേര് പറയുന്നു. ഇതിലാരെങ്കിലും ഒരാൾ KPC പ്രസിഡന്റ് ആയാൽ ക്രിസ്ത്യാനികളെല്ലാം കൂടെ അടപടലം വന്നിട്ട് വോട്ട് ചെയ്യുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു മെസ്സേജ് കൊടുക്കാനാണ്. അതായത് കോൺഗ്രസ് ക്രൈസ്തവരുടെ താല്പര്യങ്ങളും നോക്കുന്നുണ്ട്. അവരെപ്പോഴും അങ്ങനെയാണ്. ഒരു മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ മുഖ്യമന്ത്രിയൊന്നും തീരുമാനിക്കുമ്പോൾ ഇല്ലെങ്കിലും ഒരു മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ എല്ലാ സമുദായത്തിനും പരിഗണന നൽകാറുണ്ട്. അപ്പോൾ ലീഗും കൂടെ ചേർന്നാണ് UDF നിൽക്കുന്നത്. ലീഗിന് മുസ്ലിം മന്ത്രിമാരായിരിക്കും ഉണ്ടാവുക. എന്നാൽ പോലും 1 or 2 ആളുകളെ പിന്നെ കോൺഗ്രസിൽ നിന്ന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ ആക്കുക. അതൊരു രീതിയാണ്. അതൊരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതൊക്കെ ജാതിയാണ്, മതമാണ്, വലിയ സംഭവമാണെന്നൊന്നും പറഞ്ഞൊന്നും വന്നിട്ടൊന്നും വലിയ കാര്യമില്ല. അതൊന്നും ഇനി ഇവിടെ ഓടത്തില്ല. ഈ വക വർത്തമാനങ്ങൾ കോൺഗ്രസ് ആളുകളെ തീരുമാനിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊന്നും ഓടുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നടക്കത്തില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതുകൊണ്ട് ഇവരാരെങ്കിലും വന്നാൽ കോൺഗ്രസിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു സന്ദേശം കൊടുക്കാൻ, അതായത് കോൺഗ്രസിൽ നിന്ന് ഇപ്പം തന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റു വിഭാഗത്തിൽപ്പെട്ട മിടുക്കന്മാരായ ആളുകളൊക്കെ ഉണ്ട്. അവരെ കൊണ്ടുവന്നേരം എന്താ പറയുക? അവരെ കൊണ്ടുവന്നേരം അപ്പോൾ വേറൊരു വർഗീയത പറയും. കൊണ്ടുവന്ന എന്തായിരിക്കും പറയുക? സാധ്യതകൾ ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥി പറഞ്ഞ നമ്മൾ കേട്ടതാണ്. ഇനി പറയുന്ന നായർ വിഭാഗത്തിൽ ഒരാളാണെങ്കിലോ ഈഴ വിഭാഗത്തിൽ ഒരാളാണെങ്കിലോ
എനിക്ക് ജാതി പറഞ്ഞത് ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ ജീവിക്കുന്നത് ജാതി സമൂഹമാണ്. നമ്മുടെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ നേതാക്കളെ തീരുമാനിക്കുന്ന ജാതി അടിസ്ഥാനത്തിൽ തന്നെ ഒരു തർക്കം അക്കാര്യത്തില്ല. ഇവിടെ എത്ര തെളിവ് വേണം തരാം. ഇന്ന് അല്ല, ഒരു മിനിറ്റ് ഇന്ന് ഒരാൾ ഒരു ടെലിവിഷൻ ചാനലിൽ നിന്ന് തന്നെ ടെലിഫോണിൽ സംസാരിച്ചപ്പം എന്നോട് ചോദിച്ചു, ഷാബി പറമ്പിലായ എന്താ കുഴപ്പം? ഷാബി പറമ്പിലിനെ പ്രസിഡന്റ് ആയാലും ഉടനെ പറയും കോൺഗ്രസ് കണ്ടോ മുസ്ലിം പ്രീണനം. അത് കഴിഞ്ഞ് ഇനി നോക്കാം, നമുക്ക് മുരളി നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, PC വിഷ്ണുനാഥുണ്ട്, നല്ലൊരു KPC പ്രസിഡന്റാകും, മിടുക്കനായ ചെറുപ്പക്കാരനാണ്. അവരെ ആക്കിയാൽ എന്താ പറയുക, പ്രതിപക്ഷ നേതാവ് നായർ, 2 വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ നായർ വിഭാഗത്തിൽ നിന്നാണ്, ഒരു വിഷ്ണുനാഥ് AICC ജോയിൻറ്റ് സെക്രട്ടറിയാണ്, ഇങ്ങനെ പറയും. ഇതൊക്കെ പരിഗണനയിലൂടെ നോക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഇതുപര്യന്തം വോട്ട് ചെയ്തു പോരുന്ന ഒരു വിഭാഗം അങ്ങനെ കരുതുന്നു. അതൊരു വോട്ട് ബാങ്ക് തന്നെയാണ് അവിടുന്ന് അവർക്കൊരു ഡ്യൂ ഷെയർ കൊടുക്കുന്നു. അതിന് വലിയ കാര്യമില്ല. അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ PCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചിന്ത. അത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞാൻ അങ്ങനെ ശ്രീകുമാർ, ഇവിടെ നോക്കൂ, ഇവിടെ കെ സുധാകരൻ ഞാൻ പറയുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, അത് ശരിയുമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ലല്ലോ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, ഒരു ഫേസ് ഉണ്ടാവുക പ്രധാനമാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷ പ്രധാനമാണ്. ഇപ്പോൾ സംഘടന സെമി കേഡറാക്കുമെന്നൊക്കെ പറഞ്ഞു, എത്രത്തോളം സാധ്യമാകുമെന്ന് ഞാൻ അറിയില്ല. നേരത്തെ മൈക്ക് ഓണായിരിക്കുന്ന അറിയാം, സതീഷിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ വലിയ ട്രോളാവുന്നു, പരിഹാസപാത്രമാവുന്നു കണ്ടു, വാവിട്ട് പറഞ്ഞ പല പ്രതികരണങ്ങൾ കണ്ടു, അതിരുവിട്ട വെല്ലുവിളികൾ കണ്ടു. ഇപ്പോൾ ലീഗിനോട് പോലും കെ സുധാകരൻ്റെ പ്രതികരണത്തിൽ പ്രശ്നമുണ്ടായില്ലേ, കൊടപ്പനക്കിലേക്ക് പോകേണ്ടി വന്നില്ലേ, കാലത്തിന് ചേരാത്ത പല ഭാഷകൾ അദ്ദേഹം പറയുന്നില്ലേ, പുതിയ തലമുറയ്ക്ക് പറ്റാത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ സുധാകരനോട് മാറാൻ പറയുന്നതിന് പിന്നിൽ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് അടക്കമുള്ള പല കാരണങ്ങൾ അവിടെയുണ്ട്. അതിനു മുകളിൽ കെ സുധാകരൻ ഇന്ന് പറയുന്നത് അവസാന നീക്കം എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന ഒരു സമ്മർദ്ദതന്ത്രമാണോ ശ്രീകുമാർ? അല്ല, കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം എന്ന് പ്രസിഡൻ്റായോ അന്ന് തൊട്ട് കയറ്റി തുടങ്ങിയതാണ് KPCC പുനഃസംഘടന സുധാകരനെ മാറ്റുന്നത്. ഒരു 2-3 വർഷം ഇത് കേട്ടു തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാറണോ എന്നുള്ളതല്ല, അദ്ദേഹത്തെ മാറ്റുമോ എന്നുള്ളതല്ല, പുനഃസംഘടന വരുമ്പോൾ അത് അദ്ദേഹം സ്വാഭാവികമായിട്ടും മാറ്റപ്പെടുക എന്ന് വെച്ചാൽ ആ സ്ഥാനം ഒഴിയേണ്ടി വരുമല്ലോ. അപ്പോൾ ആ പുനഃസംഘടനയിലാണ് കാര്യങ്ങളിരിക്കുന്നത്. പുനഃസംഘടന എന്ന് പറയുമ്പം അത് കെ സുധാകരനെ ഇപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ചോദ്യം ഹാഷ്മി ചോദിച്ചത്. അതായത് ഈ എന്തുകൊണ്ടാണ് സമ്മർദ്ദതന്ത്രമാണോ എന്ന്. ഒരു രാഷ്ട്രീയ നേതാവിന്, അതും വളരെ സജീവമായി നിൽക്കുന്ന രാഷ്ട്രീയ നേതാവിന് സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് രാഷ്ട്രീയത്തിൽ. അങ്ങനെ സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കാത്തവർ രാഷ്ട്രീയക്കാരല്ല. വളരെ കഴിവുള്ള നേതാക്കൾ എപ്പോഴും സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കും. കാരണം സമ്മർദ്ദതന്ത്രത്തിലൂടെ മാത്രമേ രാഷ്ട്രീയത്തിലെ നേട്ടങ്ങളുണ്ടാകൂ. രാഷ്ട്രീയത്തിൽ കോട്ടങ്ങളുണ്ടാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല, നേട്ടങ്ങളുണ്ടാകണം. നേട്ടങ്ങളുണ്ടാകുമ്പോൾ സമ്മർദ്ദതന്ത്രം വേണം. ഈ സമ്മർദ്ദതന്ത്രം എന്ന് പറയുമ്പോൾ അത് CPMനെ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ BJPയെ രക്ഷിക്കാനോ അല്ലല്ലോ. കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സമ്മർദ്ദമാണ്. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ തന്ത്രം പ്രയോഗിച്ച നേതാക്കൾ കേരളത്തിൽ ഒരുപാടുണ്ട്. അത് പ്രയോഗിക്കുന്നതിന് തെറ്റില്ല. ഈ സമ്മർദ്ദതന്ത്രമായിരുന്നല്ലോ ഒരു കാലത്ത് കെ കരുണാകരനെയും AK ആന്റണിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമ്മർദ്ദതന്ത്രം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളും അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സുധാകരൻ പറയുകയാണെങ്കിൽ എന്നെ മാറ്റാൻ പറ്റില്ല, ഞാൻ മാറാൻ പോകുന്നില്ല, ഞാൻ തന്നെ നയിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നതിലും തെറ്റൊന്നുമില്ല. കാരണം അതുകൊണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രാഷ്ട്രീയ ഗുണഫലം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ശ്രീ നിസാം സെയ്ദ്, ഇവിടെ നേരത്തെ സണ്ണിക്കുട്ടി സാർ പറഞ്ഞ ഇപ്പോൾ എന്താണ് ഞങ്ങൾ സദ്ദാം ഹുസൈൻ, അത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും അല്ല, ഒരു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നു. ഞങ്ങൾ സദ്ദാമിനൊപ്പം നിങ്ങൾക്കാർക്കൊപ്പം എന്ന് EMS ചോദിക്കുന്നത് സദ്ദാം ഹുസൈൻ കൊണ്ട് മാത്രമല്ലല്ലോ, അത് അന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഓരോരോ പ്രതികരണങ്ങൾ, ഞാൻ പറയുന്നത് CPMന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കളുടെയും. ഏറ്റവും കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹമാസിനെ പറ്റി പറയുകയും അത് ആ നീക്കം പൊളിയുമ്പോൾ അപ്പം തന്നെ പ്ലേറ്റ് മാറ്റുകയും ചെയ്യുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇത് കുറ്റമൊന്നുമല്ല. കേരളത്തിൽ കാര്യങ്ങൾ പണ്ടേ എങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി കഴിയില്ല. പക്ഷേ അത് പൊതിഞ്ഞു പറയണം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ വോട്ടുകൾ കിട്ടാൻ വേണ്ടി ആക്കുന്നു എന്ന് പറയരുത് നിസാം സെയ്ദ്. ഞാൻ ആദ്യം ഒരു കാര്യം വ്യക്തമായിക്കോട്ടെ. ലാൽകുമാറിൻ്റെ തെറ്റിദ്ധാരണയോടെ നടത്തില്ല. ഞാൻ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവായി ഒന്നുമല്ല ഇവിടെ വന്നിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയോ അംഗത്വമോ പോലും ഉള്ള ആളുമല്ല. കോൺഗ്രസ് പൊതുവായ രാഷ്ട്രീയത്തെയും കോൺഗ്രസ് രാഷ്ട്രീയത്തെയും നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക
വികാരമാണോ അല്ലെ ഔദ്യോഗിക വാക്കാണോ എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ലാൽകുമാറിന് വേണ്ട. പിന്നെ ലാൽകുമാർ ചന്ദ്രനിൽ നിന്ന് ഇന്നലെ രാവിലെ ഇവിടെ ഇറങ്ങി വന്നയാളായതുകൊണ്ട് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ വളരെ പവിത്രമായ രീതിയിൽ ജാതിയും മതവും ഒന്നും ആലോചിക്കാതെ കൃത്യമായി ശുദ്ധമായി രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രം, രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ മാത്രമേ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചുള്ള ചരിത്രമുള്ള പാർട്ടിയുടെ പ്രതിനിധിയായാണ് അദ്ദേഹം ഇവിടെ, പാർട്ടിയുടെ അനുയായിയായെങ്കിലുമാണ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ സമസ്ത പറഞ്ഞിട്ട് മുസ്ലിം ലീഗിൽ നിന്ന് ഒരാളെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് പരിഗണനയുടെ പേരിലായിരുന്നു എനിക്കറിയത്തില്ല. മലപ്പുറം ജില്ലയെ മുഴുവൻ ആക്ഷേപിച്ച് സംസാരിച്ച പിണറായി വെള്ളാപ്പള്ളി നടേശൻ മതേതരവാദിയാണെന്നും മാനവികവാദിയാണെന്നും പറഞ്ഞത് ഏത് രീതിയിലാണ് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ നിലനിൽക്കെ തന്നെ കേരളത്തിൽ ശുദ്ധമായ മാനവികതയിൽ അടിച്ചുറച്ച രാഷ്ട്രീയമാണ് നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അദ്ദേഹം കേരളത്തിലെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. അല്ല നിസാം സെയ്ദ്, രാഷ്ട്രീയത്തിൽ മതവും ജാതിയും അത് പക്ഷേ അത് മാത്രമല്ല തെളിച്ചു പറയരുത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോൾ രാഷ്ട്രീയ ഇപ്പൊ മാത്രം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി പറയുന്നത് നമ്മുടെ ആ നറേറ്റീവ് പൊളിഞ്ഞത് കൊണ്ടാണ് എന്ന് പറയരുത്. ജമാഅത്തെ ഇസ്ലാം വലിയ ഒരു ഭീകര സത്വമാണ് എന്ന രീതിയിൽ വേണം അവതരിപ്പിക്കാൻ. അതിനാണ് അടവുനയം പറയുന്നത്. നേർക്കുനേർ പറഞ്ഞുകൂടാ നിസാം സെയ്ദ്. അടവുനയത്തിന് മാത്രം പ്രശ്നമാണ്. പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങളുടെയും ഉറപ്പ് വരുത്തുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. KR നാരായണനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കുമ്പോൾ അതുകൊണ്ട് ദളിതർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചവരുണ്ട്. ദളിതർക്കുണ്ടാകുന്ന പ്രയോജനം ദളിതർക്കും ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ സ്ഥാനമുണ്ട് എന്ന സന്ദേശം നൽകാൻ KR നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നത് പ്രയോജനപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ തത്വം. അത്തരം ഒരു സന്ദേശം കൊടുക്കുവാൻ കേരളത്തിലെ കോൺഗ്രസിലും കേരളത്തിലെ രാഷ്ട്രീയത്തിലും ഒരു ക്രിസ്ത്യൻ നേതാവ് ഉണ്ടാവണം അല്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാഷ്യമല്ല, രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പിണറായി വിജയൻ കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും ജാതി പ്രീണനം നടത്തിയിട്ടുണ്ട്. പക്ഷേ EMS ഒക്കെ നടത്തുന്നത് അത് ജാതിയെ നേരിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ സമൂഹ വിഭാഗത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുമായിരുന്നു. ഇറാഖ് യുദ്ധകാലത്ത് ഞങ്ങൾ സദ്ദാം ഹുസൈനോടൊപ്പം നിങ്ങൾ ആരോടൊപ്പം എന്ന് കോൺഗ്രസിനോട് ചോദിക്കുന്നത് മുസ്ലിം വോട്ടുകളെ ലക്ഷ്യമാക്കുകയാണെങ്കിൽ അത് മുസ്ലിം ജനതയോട് നേരിട്ടാണ് ചോദിച്ചത്, അല്ലാതെ ഏതെങ്കിലും ഒരു തങ്ങളുടെ തോളെ കയ്യിലിട്ടില്ല. ഈ പിണറായി വിജയൻ വന്നേ പിന്നെ ജിഫ്രി തങ്ങളെയോ അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലുമൊക്കെ തങ്ങൾമാരെ ഉണ്ടാക്കുന്നു. മുസ്ലിം ലീഗിലെ തങ്ങൾമാർക്ക് ബദലായി തങ്ങൾമാരെ ഉണ്ടാക്കുന്നു. അവരുടെ തോളെ കൈയിട്ടുകൊണ്ട് മുസ്ലിം വോട്ടിൽ ഇടപെടലുകൾ നടത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നു, മുസ്ലിം വോട്ടുകൾ നേടാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നു. അത് നേടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഉടനെ പ്ലേറ്റ് തിരിച്ചു വെച്ച് വെള്ളാപ്പള്ളി നടേശൻ മാനവികവാദിയും മനുഷ്യത്വവാദിയും മതേതരവാദിയും ഒക്കെ ആയി മാറുന്നു. ഇതൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. പക്ഷേ ലാൽകുമാർ അതൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എല്ലാ വിഭാഗത്തിലും പ്രാതിനിധ്യം ഉൾക്കൊള്ളുക, പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ. ശരി, ലാൽകുമാർ, ഇപ്പോൾ ആന്റോ ആന്റണിയെ KPC അധ്യക്ഷ ആക്കുകയാണെങ്കിൽ അത് ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് എന്ന് തുറന്നു പറയുന്നതാണ് പ്രശ്നം. അതല്ലാതെ ഇവിടെ ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ ക്രൈസ്തവർക്കിടയിൽ അപ്പീലുള്ള നേതാക്കൾ പോകുമ്പോൾ ആ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു എന്ന ആശങ്ക വരുന്ന സമയത്ത് ആന്റോ ആന്റണി അവിടെ വരുന്നത് തുറന്നു പറയാതിരുന്നാൽ മതി. അത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയി പറയുന്ന പോലെ അല്ലേ ശ്രീ ലാൽകുമാർ? ഹാഷ്മി, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടത്തില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ സംസാരിക്കൂ, അല്ല സംസാരിക്കത്തില്ല. എനിക്ക് കിടന്ന് ഒച്ചയിടാൻ വയ്യ. എനിക്ക് പറയേണ്ട പോയിന്റ്, എൻ്റെ രാഷ്ട്രീയ പോയിന്റുകൾ പറയാനുണ്ട്. അത് സമ്മതിക്കുമെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കും. കാര്യം ഞാൻ വഴക്കുണ്ടാക്കാൻ വന്ന ആളല്ല. താങ്കൾ പറയും, അതനുസരിച്ച് ഞാൻ പറയാം. അല്ല, താങ്കൾ പറയൂ. താങ്കൾ എന്നെ ആദ്യത്തെ സ്ട്രെച്ചിൽ എനിക്കൊരു വാലിഡ് പോയിന്റ് ഉണ്ടായിരുന്നു. ആ വാലിഡ് പോയിന്റിനെ ട്വിസ്റ്റ് ചെയ്ത് കോൺഗ്രസിൻ്റെ ചർച്ച മൊത്തത്തിൽ കൊണ്ട് ഈ വർഗീയതയിൽ കൊണ്ട് താങ്കൾ മുട്ടിച്ചു. ഞാൻ പറഞ്ഞൊരു പോയിന്റ് എൻ്റെ ഒരു ലാർജർ ഡൈനാമിക്സ് ഉള്ളൊരു പോയിന്റ് ആയിരുന്നു. എന്താണെന്നറിയോ? എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കണം. ആന്റോ ആന്റണിയെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നല്ല കോൺഗ്രസ്സുകാരനായിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നേ. കുഴപ്പം ആന്റോ ആന്റണിയെ നിങ്ങൾ പ്ലേസ് ചെയ്യുമ്പം ക്രിസ്ത്യാനിയാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹിന്ദുവിനെ ഒഴിവാക്കുകയാണ്. സുധാകരൻ എന്ന ഹിന്ദുവിനെ ഒഴിവാക്കിയാണ് നിങ്ങളത് ചെയ്യുന്നത്. അതിൽ പരം ഒരു വർഗീയത എങ്ങനെയാണുള്ളേ? നിങ്ങൾ പ്രകടമായി പറയുന്നതും നിങ്ങൾ അല്ലാതെ മിണ്ടാതിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഹാഷ്മി. രണ്ടും തമ്മിൽ രണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താണ്? ഒരു കാര്യം പറഞ്ഞോ അല്ലെങ്കിൽ കളിച്ചോ,
ഒരാൾ പ്രകടമായ ഒരു കാര്യം പറയുന്നത് ചന്ദ്രനിൽ നിന്ന് വന്നിട്ടൊന്നുമല്ല. അത് ഞാൻ പറയുന്ന വർഗീയത പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയുന്നതും അല്ലാതെ പറയുന്നതും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇല്ലെന്ന് താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാത്തത്? അത് ഏത് ഭാഷയിൽ പറഞ്ഞാൽ താങ്കൾ മനസ്സിലാവും? നോക്കൂ, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരാളെ പ്രിഫർ ചെയ്യുന്നു എന്ന് വ്യക്തമായി. ഇപ്പം നിസാം സയ്യിദ് പറയുന്നു അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ടൊരു ബന്ധമില്ലെന്ന്. പക്ഷേ കുഴപ്പമെന്നറിയോ, അദ്ദേഹം തന്നെ പറഞ്ഞായിരുന്നു കനകോലിനെ കാണാനായിട്ട് കനകോലിൻ്റെ ടീം 3 പ്രാവശ്യം അദ്ദേഹത്തിനെ വന്ന് കണ്ടെന്ന്. അതെന്തിനാ അദ്ദേഹം പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാനത് ഉദ്ധരിച്ചത്. അദ്ദേഹം പറഞ്ഞു കനകോലിൻ്റെ ടീം അദ്ദേഹത്തെ വന്ന് ചെന്ന് കാണുന്നത് എന്തിനാ? അദ്ദേഹത്തെ ചെന്ന് കാണുന്നത് അദ്ദേഹം കോൺഗ്രസ്സുകാരനും കോൺഗ്രസിന്റെ വക്താവായി തന്നെ നിൽക്കുന്നതുകൊണ്ടാണ്. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, അല്ലാതെ കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്കല്ല. കോൺഗ്രസ്സുകാരെ അല്ല അവർ കാണുന്നത്. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഹാഷ്മി, ഇത് ശരിയല്ല. നിങ്ങൾ അവതാരകനാണെങ്കിൽ നിങ്ങൾ മിണ്ടായിരിക്കാൻ പറയൂ. എന്തിനെങ്ങനെ ഞാൻ പറഞ്ഞെന്താ, കനകോലു താങ്കളെ 3 പ്രാവശ്യം വന്നു കണ്ടു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പോയിന്റ് പറയുന്നത്. അത്രേ ഉള്ളൂ, എനിക്ക് വേറെ കൂടുതലായിട്ടൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്താ? പിന്നെ ഈ ചർച്ച ഏതുവഴിയൊക്കെയോ പോയി. ഈ പറയുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് സുധാകരനെ മൂലക്കിരുത്തുന്നത് നമ്മളാണോ? നിങ്ങൾ നേരത്തെ അങ്ങ് ഇരുന്നാ പോരെ? നല്ല ആളെ സുധാകരനല്ലേ പറഞ്ഞ് നിങ്ങളെ മൂലക്കിരുത്തുന്നു എന്ന്? ഹാഷ്മി താജ് ഇബ്രാഹിമോ ലാൽകുമാറോ ആരിലോ ആണോ പറയുന്നത്? കോൺഗ്രസിനകത്ത് ഇത് നടക്കുന്നു, അതിനെ ആർക്കും മിണ്ടണ്ട. നിസാം സയ്യിദ് ആ വഴിക്കാൻ പോയി. കാര്യം എന്താണെന്നറിയോ? അതേ ചർച്ച ചെയ്യാൻ പറ്റില്ല. ചർച്ച ചെയ്താൽ മിണ്ടാൻ പറ്റില്ല. അതിൻ്റെ ഉത്തരം ഈ പറഞ്ഞ മൂന്ന് പേര് സംസാരിച്ചല്ലോ. 3 പേർക്കും ആ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു മറുപടി ഇല്ലായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നോ? എന്നെ മൂലക്കിരുത്തു എന്ന് പറഞ്ഞ ആരാ? KPCC അധ്യക്ഷനാ. KPCC അധ്യക്ഷനെ മൂലയ്ക്കായി ഇരുത്തുന്നെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താ? നിങ്ങൾ ആദ്യം പറ. KPCC അധ്യക്ഷനെ മൂലക്കിരുത്താൻ പറ്റിയ കേരളത്തിലുള്ള മറ്റ് നേതാവാരാ? കോൺഗ്രസ് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? അതൊന്നും ചർച്ചയില്ല. കാര്യം എന്നാ? ലാൽകുമാർ പറഞ്ഞത്തെ കൂടെ പിടിച്ചു പോവുകയാണെങ്കിലുള്ള ഗുണമുണ്ട്. കാര്യം അയ്യോ വലിയ മാനവീയത എന്ന് പറഞ്ഞുകൊണ്ട് വർത്താനം പറയാം. അതല്ലേ, ഞാൻ ചന്ദ്രനിൽ നിന്ന് വന്നോ സൂര്യനിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ ചൊവ്വയിൽ നിന്ന് വന്നോന്നാണോ നിൽക്കട്ടെ? നിങ്ങളോടുള്ള ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ. നിങ്ങൾ കൊടുക്കുന്ന പ്രകടമായ ഇംപ്രഷൻ എന്ത് എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ചെയ്യുന്നു. നിങ്ങൾ പറയൂ, കോൺഗ്രസിന്റെ സുധാകരൻ എന്ന് പറയുന്ന ആള് ഇൻകോമ്പീറ്റന്റ് ആയിട്ട് നിൽക്കുന്നു, അദ്ദേഹത്തിന് ശക്തിയില്ലാതിരിക്കുന്നു, അതിലും ശക്തനായ ഒരു നേതൃത്വം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. നിങ്ങളുടെ വാദം എന്തോ? ക്രിസ്ത്യൻ സമൂഹത്തെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അത് പ്രകടമായി പറയുന്നതും അതല്ലാതെ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് സുധാകരന്റെ ഇന്റൻഷൻ, എന്താണ് KPCCയുടെ ഇന്റൻഷൻ, എന്താണ് AICCയുടെ ഇന്റൻഷൻ? 3 നോക്കൂ, സുധാകരനെ മാറ്റുന്നു എന്നുള്ള ചർച്ചയ്ക്കകത്ത് ഞാൻ എത്ര പ്രാവശ്യം ഹാഷ്മിയുടെ കൂട്ടത്തിൽ തന്നെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത്രത്തോളം പ്രാവശ്യം ഈ കേരളത്തിൽ ഈ ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും സുധാകരനെ വിളിച്ച് വീണ്ടും ചർച്ച ചെയ്യുമ്പം സുധാകരൻ മാറത്തില്ല എന്ന് ഇന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ മാറുമെന്ന് പല കോൺഗ്രസിലുള്ള കേന്ദ്രങ്ങളും പറയുന്നു. ഇപ്പം നിസാം വരെ പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം മാറാൻ ഒരു ഡീസൻറ്റ് എക്സിറ്റിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ സുധാകരൻ അത് പറയുന്നില്ല. അപ്പോൾ സുധാകരൻ എന്ത് വെച്ചാണ് അവിടെ ബാർഗെയിൻ ചെയ്യുന്നത്? എന്താണ് സുധാകരൻ്റെ കയ്യിലിരിക്കുന്ന അമിട്ടെന്നൊരു കാര്യമുണ്ടല്ലോ, എന്നെ പുറത്തോട്ട് വിടാതിരിക്കാൻ. ഇദ്ദേഹം വീക്ക് ഫ്രജൈലായിട്ടുള്ള ആളാണെങ്കിൽ അദ്ദേഹം മാറാൻ AICC പറഞ്ഞാൽ അപ്പോഴേ മാറണം. ഇവിടെ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടെ എന്താ? AICCയുടെ ഒരു ഉത്തരവിൽ അപ്പോഴേ ഇറങ്ങി പൊക്കോണം. കാര്യം AICC ആ കാര്യം തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡ് ലോ കമാൻഡ് ഒന്നുമില്ല, ഹൈക്കമാൻഡ് മാത്രമേ ഉള്ളൂ. ശരിയെന്നേ എന്നെ പറയാത്തേ കാര്യം പറയത്തില്ലാത്തതിൻ്റെ കാര്യം സുധാകരൻ്റെ കയ്യിൽ എന്തോ ഒരു ആയുധം ഇരിക്കുന്നു. ആ ആയുധം എന്ത് എന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ആ ആയുധമാണ് ഇവിടുത്തെ പ്രശ്നം. സംസ്ഥാനത്തെ സുധാകരനെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്നതിന്, AICC മാറുന്നതിന്റെ കാരണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ നിങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഏറ്റവും അപകടകരമായ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതിനെ ന്യായീകരിച്ച് ഞാൻ സൂര്യനിൽ നിന്ന് വന്നോ ചന്ദ്രനിൽ നിന്ന് വന്നോ എന്ന പോയിന്റ് അല്ല, എന്റെ പോസിറ്റീവ് ഇന്റൻഷനെ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്യേണ്ട. ഈ പറയുന്ന സ്ഥലങ്ങളിൽ ജാതി നോക്കുന്നുണ്ടോ, മതം നോക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ ഞാനൊരു തർക്കത്തിലില്ല. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും അത് നോക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന ജാതിയിലുള്ള പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നതെന്ന് ഒരു പാർട്ടി, മതനിരപേക്ഷ പാർട്ടി പറയുകയാണെങ്കിൽ പിന്നെ ആ മതനിരപേക്ഷ പാർട്ടിയെ കുഴിച്ചിട്ടാൽ മതി. അതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത്. ഹിന്ദു സമുദായത്തിനും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനും അങ്ങനെയുള്ള സമുദായത്തിന് എന്ത് മെസ്സേജാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന ആളെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ആത്മഹത്യാപരമായ ഒരു തീരുമാനം ഒരു മതനിരപേക്ഷ പാർട്ടിക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഹാഷ്മി താജ് ഇബ്രാഹിം അത് 50 മണിക്കൂർ ഈ ചർച്ച ചെയ്താലും ആ പൊസിഷൻ
മൂളയുള്ളവർക്ക്, തലയ്ക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ രാഷ്ട്രീയം എന്തോ. അല്ല സണ്ണിക്കുട്ടി അബ്രഹാം, അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചവർഗീയത പച്ചയ്ക്ക് പറഞ്ഞുകൂടാ. നമ്മൾ പച്ചവർഗീയത അല്ലെങ്കിൽ ധ്രുവീകരണം അല്ലെങ്കിൽ പ്രീണനം അല്ലെങ്കിൽ മറുപ്രീണനം ഒക്കെ നമ്മൾ പൊതിഞ്ഞ് വേറെ രീതിയിൽ പറയണം. അടവ് നയം എന്നൊക്കെ പറഞ്ഞ് പൊതിഞ്ഞ് വേറെ രീതിയിൽ അവതരിപ്പിക്കണം. അതാണല്ലോ കേരളം സംഭവിച്ചുകൊണ്ടിരുന്നത്. പച്ചവർഗീയത പച്ചയ്ക്ക് പറഞ്ഞുകൂടാ. അത് ഞാൻ 100% അംഗീകരിക്കുന്നു ലാൽകുമാർ. സണ്ണിക്കുട്ടി അബ്രഹാം, ഇവിടെ ലാൽകുമാർ പറഞ്ഞ പക്ഷേ കാതലായ മറ്റൊരു ചോദ്യത്തിന് മറുപടി വേണം. നമ്മൾ ഇപ്പോൾ കെ സുധാകരനെ മാറ്റാൻ പോകുന്ന കാര്യം ഉറപ്പാണ്. അതിന് പലയാവർത്തി പല ഘട്ടത്തിൽ പല ചർച്ചകൾ നടന്നു. എന്നിട്ടും സുധാകരനെ മാറ്റാൻ AICC പേടി എന്താ എന്ന ലാൽകുമാർ ചോദ്യത്തിന് മറുപടി സണ്ണിക്കുട്ടി അബ്രഹാം. അദ്ദേഹം പറഞ്ഞ ഒരു ആയുധം എന്തോ കയ്യിലിരിക്കുന്നെന്ന എനിക്കറിഞ്ഞുകൂടാ. ഇപ്പം സുധാകരൻ്റെ പക്കൽ എന്ത് ആയുധം കൊണ്ടാണ് നടക്കുന്നതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്താനുള്ള ആയുധം എന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് അത്രയേ ഉള്ളൊരു, ഇപ്പോൾ എന്നെ ഇവിടെ ഈ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് പറയുന്നത്, എനിക്ക് അത്രയേ ഉള്ളൊരു നിരീക്ഷണ പാഠമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ മൂലക്കിരുത്താൻ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കോൺഗ്രസിലെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ 4-5 കുടിയിറക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കുടിയിറക്കാണിതെന്ന് പറയുന്നത് പോലെ ഉള്ളൂ. അത് കുറച്ചുകൂടെയൊക്കെ CPM-ൻ്റെ നേതാവ് പറയുമ്പം കുടിയിറക്കുന്നതൊക്കെ പറഞ്ഞ് നല്ലൊരു ഭാഷയിൽ അങ്ങ് സംസാരിച്ച് അങ്ങ് പോകും. അപ്പോൾ ഇയാൾ നമ്മുടെ കോൺഗ്രസ് ആകുമ്പോൾ എന്ത് ചെയ്യും? എന്നെ മൂലക്കിരുത്താൻ നോക്കണ്ട എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ഇപ്പോൾ ഇവിടെ ഈ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം പോലും ഇല്ല. പൊതിഞ്ഞ് പറഞ്ഞാലും പൊതിയാതെ പറഞ്ഞാലും സെയ്ദ് പറഞ്ഞത് അദ്ദേഹം ഈ രാഷ്ട്രീയത്തെ കാണുന്ന കോൺഗ്രസ് രാഷ്ട്രീയം അടുത്ത് അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കനകോലു കണ്ടെന്ന് പറഞ്ഞത് വലിയൊരു അപരാധമൊന്നുമല്ല. ലാൽകുമാർ എന്നെയും അദ്ദേഹം വന്ന് കണ്ടിട്ടുണ്ട്. കനകോലുമല്ല, അദ്ദേഹത്തിൻ്റെ നമ്പർ 2 ആയിട്ടുള്ള ഒരാൾ വന്ന് 2-3 മണിക്കൂർ സംസാരിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു മെമ്പർ പോലും അല്ല, കോൺഗ്രസിന് മെമ്പറല്ല. അപ്പം കോൺഗ്രസ് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരാളിന് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ചോദിച്ചതിലൊക്കെ പിന്നെ PCCയിൽ എന്തെങ്കിലും മാറ്റം വരേണ്ടതുണ്ടോ, നിങ്ങളെങ്ങനെയാണ് ഓരോരുത്തരെയും പുറത്തുനിന്ന് കാണുമ്പം പിന്നെ റേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ DCCയിലെ കാര്യങ്ങൾ ചോദിക്കും. DCCയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഈ ചർച്ചയുടെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ DCC പ്രസിഡന്റുമാർക്ക് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പിന്നെ വരുന്നത്. അതൊക്കെ ഈ ചർച്ചകളുടെ ഭാഗമായിട്ടാണ്. കനകോലും കോൺഗ്രസ്സൊന്നുമല്ല. അദ്ദേഹം ഇതിനെ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിസ്റ്റ്. അദ്ദേഹം കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ സുധാകരനെ താല്പര്യമുള്ളവർ സുധാകരനെ മാറ്റണ്ടെന്ന് പറയും, സുധാകരൻ മാറണമെന്ന് ആഗ്രഹമുള്ളവർ മാറണമെന്ന് പറയും. അങ്ങനെയല്ല, അദ്ദേഹം പുറത്തുള്ളവരോടാണ് സംസാരിക്കുന്നത്. ലാൽ ഇത്രയൊക്കെ പിന്നെ എന്നെപ്പറ്റി അറിഞ്ഞെന്ന് ചിലപ്പോൾ ലാലിനെ കണ്ടേനെ, എനിക്ക് അറിഞ്ഞുകൂടാ. ലാലിനെ കണ്ടിട്ടുണ്ടോ എനിക്കറിഞ്ഞൂടാ. ലാലിനെ കാണാവുന്നതായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ജാതിയൊന്നും പറയരുത്, നമ്മൾ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ നേതാക്കളെ തീരുമാനിക്കുമ്പോൾ ഇത്തരം ചിന്തകൾ പറയരുത്. കുറഞ്ഞ പക്ഷം അഷ്മി പറഞ്ഞ പോലെ പൊതിഞ്ഞേ പറയാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം കനകോലു ലാലുമായിട്ട് സംസാരിക്കും, പലരുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന്. CPM സിമ്പതൈസേഴ്സുമായിട്ടൊക്കെ അവർക്കറിയണം എതിർ ഗ്രൂപ്പിലെ എതിർ പാർട്ടിയിലുള്ളവരെങ്ങനെ ചിന്തിക്കുന്നു. അതിനാണ് അവർ അദ്ദേഹത്തെ കാശ് കൊടുത്തൊക്കെ വെച്ചിരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ വെറുതെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യം. ഇത് കേരള രാഷ്ട്രീയത്തിൽ എത്രയോ കാലമായിട്ട് പറഞ്ഞല്ലോ, ഇത് മുസ്ലിങ്ങളോടാണ് നേരിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു. മുസ്ലിമിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ കോൺഗ്രസ്സുകാരെ എവിടെയാണെന്ന് ചോദിക്കുന്നത് എന്താ? പച്ച രാഷ്ട്രീയമല്ലേ, പച്ചവർഗീയതയല്ലേ? അതിലെവിടെ രാഷ്ട്രീയമുള്ളത്? പച്ചവർഗീയതയല്ലേ? അങ്ങനെ വോട്ട് കിട്ടാവുന്ന രീതിയിലൊക്കെ ആളുകൾ വോട്ട് വാങ്ങിയിട്ടുണ്ട്, സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞ ഒരു ലാലിന് മനസ്സിലാക്കിയാണ് ഞാൻ ആരെക്കുറിച്ചാണ് തിരുവിതാംകൂറിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെ പറ്റി. എന്തിനാ നിർത്തിയത്? നിർത്തിയത്? ആ സ്ഥാനാർത്ഥി എന്തിനാണ് നിർത്തിയത്? അതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട്. അവിടെ ഓർത്തഡോക്സ് വോട്ട് നല്ലപോലുള്ളതാണ്. ഞാനവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലല്ലോ, ഓർത്തഡോക്സ് വോട്ടുണ്ട്. ആ ഓർത്തഡോക്സ് വോട്ട് കിട്ടണം. അത് കിട്ടി, അത് ജയിച്ചു. നല്ലൊരു മൂവായിരുന്നു അത്, യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞിട്ട് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ സഭയുടെ പിന്നെ മെത്രാപ്പോലിത്ത പരമാധ്യക്ഷൻ പറഞ്ഞു, അവസാനം ഞങ്ങൾക്ക് ഒരു നാഥനെ കിട്ടിയിരിക്കുന്നു, അതായത് പിണറായി വിജയനെ. ഇപ്പം പിണറായി വിജയനെ പറയാവുന്ന ഭാഷയിലെല്ലാം വിമർശിച്ചുകൊണ്ടിരിക്കുക ആ സഭ. ഇതൊക്കെ അന്നേരത്തെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കണം. അതിനുവേണ്ടി ചില രാഷ്ട്രീയക്കാരെ കാണും. രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ മെത്രാന്മാരെ കാണും. ഇപ്പോൾ എല്ലാവരും മെത്രാന്മാരെയൊക്കെ കാണുന്നുണ്ട്. പണ്ട് കോൺഗ്രസ്സുകാരാണ് അരമന കയറുന്നവരെന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും എല്ലാവരെയും കാണും. അതുതന്നെയാണ് പിന്നെ SNDPയുടെ നേതാവിൻ്റെ പിന്നെ അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം പിന്നെ ഈ അദ്ദേഹത്തെ മാനവികതയുടെ വക്താവായിട്ടൊക്കെ വാഴ്ത്തുമ്പോൾ അതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം എന്താ പ്രസംഗിച്ചിരുന്നതിനോട് ഈ പിണറായി വിജയനൊന്ന് ഓർമ്മിക്കേണ്ടതായിരുന്നു. കേരളത്തിലെ മലപ്പുറം ജില്ലയെപ്പറ്റി ഇതൊക്കെ പറയുന്ന ഒരാളിനെ മാനവികതയുടെ വക്താവായിട്ട് ഇതെല്ലാം എന്തുവാ? ഇതെല്ലാം ഒരു
ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗെയിമാണെന്നേ. എസ് എൻ ഡി പിയുടെ ഒത്തിരി വോട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ. അതൊക്കെ കിട്ടണം, തിരിച്ചു കിട്ടണം, അതിനുവേണ്ടി ശ്രമിക്കുന്നു. അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ലെന്നേ. അതങ്ങനെ വേണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശ്രീകുമാർ പറഞ്ഞല്ലോ, സമ്മർദ്ദതന്ത്രം നല്ലതാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. സമ്മർദ്ദം ഒരു രീതിയാണ്, ഒരു അടവാണ്. ആ സമ്മർദ്ദതന്ത്രം ചെലുത്തും, ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും, അത്രേ ഉള്ളൂ. ഇതിനകത്തൊന്നും വലിയൊരു താത്വികമായ ഒരു അവലോകനമൊക്കെ നടത്തി കോൺഗ്രസ്സുകാരെല്ലാം കുഴപ്പക്കാരാ, വർഗീയതക്കാരാണ്, ഞങ്ങളുടെ പാർട്ടി അല്ലെ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി കേമാണെന്നൊന്നും പറഞ്ഞിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് അതാണ് അതിൻ്റെ ഓമനപ്പേര്. ശ്രീകുമാരി ആന്റോ ആന്റണി അദ്ദേഹം ക്രൈസ്തവനാണ്, അല്ലെങ്കിൽ അദ്ദേഹം വന്നാൽ ക്രൈസ്തവ വോട്ട് വരും എന്ന പരിഗണനയ്ക്കൊക്കെ അപ്പുറം അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനല്ലേ. അപ്പോൾ തുടർച്ചയായ 4ാം തവണയാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഏറ്റവും ഒടുവിൽ ജയിക്കുന്ന 66,000 ചില്ലുവാന വോട്ടുകൾക്കാണ് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കൂട്ടി, 4 തവണ MP. ഈ പറഞ്ഞ KS യൂത്ത് കോൺഗ്രസിൻ്റെ തുടക്കം മുതൽ വന്ന് അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഒക്കെ പ്രവർത്തിച്ച ഒരാൾ. ഈ പറയുന്ന ഒരുപക്ഷെ സുധാകരൻ പറയുന്നത് പോലെയോ മുരളീധരൻ പറയുന്നത് പോലെയോ ഈ പഞ്ച് ഡയലോഗ് പറയാത്ത ആളാണെങ്കിൽ കൂടിയും ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയുമായി, സുകുമാരൻ നായരുമായി, സഭാ നേതൃത്വങ്ങൾക്ക് അടുത്ത ബന്ധം, അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നർ സ്ട്രെങ്ത് അദ്ദേഹത്തിനുണ്ട്. ഈ ഓപ്ഷൻ ആന്റോ ആന്റണി താങ്കൾ കാണുന്നത് എങ്ങനെയാണ് ശ്രീകുമാർ? ആന്റോ ആന്റണിയുടെ പേര് പറയുന്നത് മാധ്യമങ്ങളാണ്. ആന്റോ ആന്റണി പറഞ്ഞിട്ടുണ്ട് ഊഹാപോഹമാണെന്ന്. ഇനി ആന്റോ ആന്റണി ആണെന്ന് വെക്കുക, എന്താ തെറ്റുള്ളത്? ആന്റോ ആന്റണി 4-5 വട്ടം MP ആയ ആളാണ്. പത്തനംതിട്ടയിലെ ജനങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ച നേതാവാണ്. KSUവിൻ്റെ നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അതുമാത്രമല്ല ദേശീയ തലത്തിൽ MP മാർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളുമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വരാൻ യോഗ്യനുമാണ്. പക്ഷേ ഈ ആന്റോ ആന്റണി വരുമ്പോൾ ആന്റോ ആന്റണിയെ ക്രിസ്ത്യനായിട്ട് ചിത്രീകരിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. പഴയ കാലത്ത് AK ആന്റണിയും വയലാർ രവിയും തമ്മിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. നമ്മളിപ്പോൾ പുരോഗമനവാദികളായിട്ട് നമ്മൾ പുരോഗമനം കൂടി വരികയാണല്ലോ. നവോത്ഥാന കേരളം നവകേരളമല്ലേ. പക്ഷേ 80കളിൽ ആന്റണിയും കരുണാകരനും ഗ്രൂപ്പിസം ശക്തമായ സമയത്ത് 90കളിലൊക്കെ നടന്ന മത്സരം, അത് അന്ന് AK ആന്റണിയും വയലാർ രവിയും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴേ ക്രൈസ്തവ ഈഴവ മത്സരമൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അതെന്താ പറയാതിരുന്നത്? കാരണം ആന്റണിയും വയലാർ രവിയും ആ ജാതിയുടെയും മതത്തിൻ്റെയും ലേബലിൽ വന്നവരല്ല. ഇപ്പോൾ ഇന്ന് ഏതോ ചർച്ചകളിലൊക്കെ കേട്ടു ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആന്റണി തൽക്കാലം മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ ആന്റണി ഏത് കാലത്താണ് ക്രൈസ്തവ സഭയുടെ വക്താവായത്? ഉമ്മൻചാണ്ടി ഏത് കാലത്താണ് ക്രൈസ്തവ സഭയുടെ വക്താവായത്? ഉമ്മൻചാണ്ടിയുടെ സഭയ്ക്കുള്ളിലുള്ള ആളുകൾക്ക് ഉമ്മൻചാണ്ടിയെ മതേതരവാദിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വിമർശനവും നേരിട്ടു. AK ആന്റണിയെ ഏത് രാഷ്ട്രീയക്കാരനാണ്, ഏത് ജാതി മത സമൂഹത്തിൽപ്പെട്ടവരാണ് ക്രിസ്ത്യാനിയായിട്ട് കരുതുന്നത്? അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിനെ പരിഹസിക്കാനും പഴിചാരാനും വേണ്ടി ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. അതിൽ ഹാഷ്മി ഒരു കാര്യം ചിന്തിച്ചോളൂ, നായർ ഈഴവ ക്രൈസ്തവ സംവരണമല്ല KPCC പ്രസിഡന്റ്. പക്ഷേ അങ്ങനെ ഒരു KPCC പ്രസിഡന്റ് ഒരു ജാതിയിൽപ്പെട്ട ആളെ വരുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിലെ ഒരു ജാതിയിലല്ലേ ജനിക്കുള്ളൂ. അപ്പോൾ ആ ജനിച്ച ആൾ ആ ജാതി ആകുമ്പോൾ ആ ജാതിക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഉത്തരം പറയാനില്ല. പക്ഷേ പ്രവർത്തകരും ജനങ്ങൾക്കും അത് മനസ്സിലാകും. ഇതുകൊണ്ടൊന്നും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഭരണവിരുദ്ധ വികാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഏത് പ്രസിഡന്റ് വന്നാലും അവർക്കൊപ്പം യുവജന നേതാക്കളും യൂത്ത് കോൺഗ്രസും INTUCയും ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും ശക്തി. മറ്റുള്ളവരോട് എന്തു പറഞ്ഞാലും ശരി, അത് അവരുടെ രാഷ്ട്രീയമായിട്ട് തന്നെ ഞാൻ ഇവിടെ കാണുന്നുള്ളൂ. നോക്കൂ, ഇവിടെ വന്നൊരു വിഷയം വീണ ജോർജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നോക്കൂ, വീണ ജോർജിനെ മാത്രമല്ല മാധ്യമ മേഖലയിൽ നിന്ന് അന്ന് തെരഞ്ഞെടുത്തത്. അന്ന് ME നികേഷ് കുമാർ മത്സരിച്ചില്ലേ? ഹാഷ്മി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഹാഷ്മി എവിടെ പോയിരിക്കുകയായിരുന്നു? ഈ പറയുന്ന 2 മാധ്യമ പ്രവർത്തകരെ പരിഗണിച്ചു. നോക്ക്, നിങ്ങൾ ഓർത്തഡോക്സ് പരിഗണനയാണെന്ന് സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി ഓർത്തഡോക്സ് സഭ CPM-നെതിരെ നിന്നു, പാത്രിയാർക്കീസ് വിഭാഗത്തിൽ നിന്നില്ലേ? എന്നിട്ടും ആറന്മുളയിൽ അവർ ജയിച്ചില്ലേ? അപ്പോൾ ഇത് പറഞ്ഞ ഓർത്തഡോക്സിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയതുകൊണ്ടാണോ ജയിച്ചത്? ഈ പറയുന്ന രീതിയിലേക്ക് കമ്മ്യൂണലി ഡിവൈഡ് ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ ജോർജിനെ പരിഗണിച്ചത് അവർ മാധ്യമ പ്രവർത്തകയാണ്. അവരെ മാത്രമല്ല പരിഗണിച്ചത്, ആ സ്ഥാപനത്തിന്റെ തലവനായ ME നികേഷ് കുമാർ നിന്നു. അതൊക്കെ അങ്ങ് വിഴുങ്ങി അല്ലേ? അതല്ലേ സംഭവിച്ചത്? എന്നിട്ട് കൊണ്ട് നിർത്തി, ജയിച്ച അടുത്ത സണ്ണിക്കുട്ടി തന്നെ പറഞ്ഞു എന്താണ്, ഓർത്തഡോക്സ് സഭ ഇപ്പം പിണറായി വിജയനുമായിട്ട് നല്ല മൂഡിലല്ലാന്ന്. ക്ഷമിക്കണം എന്റെ ലാലെ, ഒരു സാമുദായിക പരിഗണനയില്ലാതെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമെന്ന് ലാലി രാത്രി പറഞ്ഞ കേരളം വിശ്വസിക്കുമോ? ഒരു സാമുദായിക പരിഗണനയില്ലാതാണ് ഇവിടെ സ്ഥാനാർത്ഥികളുണ്ടെന്ന് ആരോട് പറയുകയാണ്? താങ്കൾ ആരോട് പറയുകയാണ്? ചിരി വരില്ലേ?
ലാൽകുമാർ അങ്ങനെ നിഷ്കളങ്കനാവില്ലേ? ഇവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് സാമുദായിക പരിഗണന ഒന്നുമില്ലാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, അങ്ങേയറ്റം മതേതര ബോധത്തിൽ നിശ്ചയിക്കുന്നതാണോ? ഉടായിപ്പാണ്, പച്ചക്കള്ളം, കാപട്യം, വ്യാജം. എന്തോ ഈ പറയുന്നത്? ഞാൻ പറയട്ടെ. ഞാൻ ഒരു എന്തുവാ എന്റെ ലാൽകുമാറെ ചുമ്മാ ഇല്ലാവചനം പറയല്ലേ? ഒരു മിനിറ്റ് ഹാഷ്മി, ഒന്ന് പറഞ്ഞ കേക്ക് ഹാഷ്മി. ഹാഷ്മി ഉടക്ക് വെക്കാതെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്റെ പോയിന്റ് എന്താ? എന്റെ പോയിന്റ് സണ്ണിക്കുട്ടി പറഞ്ഞ അനുസരിച്ച് ഓർത്തഡോക്സ് സഭയുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല. എന്ന് വെച്ചാൽ കുറെ പള്ളി തർക്കത്തിന് ശേഷം ഓർത്തഡോക്സ് സഭയുമായിട്ട് CPM നല്ല ബന്ധമില്ല. ഓർത്തഡോക്സുമായി ബന്ധപ്പെട്ട തർക്കം വരുന്ന എവിടെ? പള്ളി തർക്കത്തിലാ. ആ തർക്കത്തിനെ കഴിഞ്ഞിട്ടും 2021 തെരഞ്ഞെടുപ്പിൽ എന്റെ സമയം കഴിഞ്ഞു. എന്തായാലും ലാൽ പറയുന്നത് പോലെ, കേൾക്കാൻ സുഖമുള്ള പോലെ ലാൽ പറയുന്നത് പോലെ മതാതീതമായി, ജാതിക്കതീതമായ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഒരു നല്ല കാലം പുലരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.